ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര പറമ്പിക്കുളത്തേക്കാണ്. പറമ്പിക്കുളം ടൈഗർ റിസർവ്. ഇപ്പം നമ്മൾ ടൂർ പ്ലാൻ ചെയ്ത് തുടങ്ങിയ സമയത്ത് പറമ്പിക്കുളത്തേക്ക് പോയാൽ ടൈഗറിനെ കാണാമെന്ന് പറഞ്ഞ് നമ്മുടെ ഫോട്ടോഗ്രാഫർ അരുൺ എല്ലാവരെയും കൊതിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ പറമ്പിക്കുളം ഫിക്സ് ചെയ്തു കേട്ടോ. എല്ലാവരും ഹാപ്പിയാണ്. പാലക്കാട് ജില്ലയിലാണെങ്കിൽ തമിഴ്നാട്ടിലൂടെയാണ് പറമ്പിക്കുളത്തേക്കുള്ള എൻട്രി. നമ്മുടെ കൂടെ ചേച്ചിമാരുണ്ട്. ചേച്ചിമാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഭയങ്കര ഡാൻസിലൊക്കെയാണ് കേട്ടോ. നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ ബസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ പറമ്പിക്കുളത്തേക്ക് ഇങ്ങനെ അടിച്ച് പൊളിച്ച് യാത്ര ചെയ്യുകയാണ്. ഇവിടെ ഒരാൾ കടുവയെ സ്വപ്നം കണ്ടെന്ന് തോന്നുന്നു ഉറക്കത്തിൽ. അങ്ങനെ നമ്മൾ പറമ്പിക്കുളത്തെത്തിയിട്ടാ. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അടുത്ത കൗതുകകരമായ ഒരു കാഴ്ച, ഇത് നമ്മുടെ OP മുകളിലുള്ള കടുവയെ താഴെ നിന്ന് നോക്കുകയാണ്. ആ ഗുഹയ്ക്കുള്ളിൽ കടുവയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നോക്കുന്നത്. ടൈഗറെ കണ്ടാവോ? അങ്ങനെ നമ്മുടെ യാത്ര കാട്ടിലൂടെ അവരുടെ വണ്ടിയിൽ, അവരുടെ തന്നെ ഒരു വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ പോയിന്റിലും ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഏറ്റവും ഭംഗിയുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ആളിയാർ ഡാമിൻ്റെ വ്യൂ പോയിൻറ്റ്സ് നല്ല സൂപ്പറാണ്, നല്ല രസം. അവിടെ നല്ല പച്ചപ്പൊക്കെ കാണാൻ പറ്റുന്നത് ആ മഴക്കാലത്താണ്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് ഡാമിൻ്റെ അവിടെ നിന്ന് എന്തൊക്കെയോ നോക്കി കാണുന്നുണ്ട്. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. നമുക്കവിടെ ടൈഗർ, എലിഫൻറ്റ് ഒന്നും കാണാൻ പറ്റിയില്ല എന്നെങ്കിലും പക്ഷെ അവിടുത്തെ പച്ചപ്പ്, ആ ഡാം, മാനുകൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റി. ആ പച്ചപ്പൊക്കെ ഒരു വേറെ വൈബാണ്. നമുക്ക് കണ്ണിമാര തേക്ക് എന്ന് പറയുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കാണ്. എനിക്കവിടെ ഫീൽ ചെയ്തത് കുറേ തേക്കുകൾ, 100 തേക്കുകൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്തു. ലെയറായിട്ട് കൂടി നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്തു. തിരിച്ചു വരുമ്പോൾ ഭയങ്കര കോടയും ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു, നല്ല തണുപ്പായിരുന്നു. ദെൻ വന്യജീവികളെ കാണുക എന്നുള്ളതൊക്കെ നമ്മുടെ ലക്കാണ്. പക്ഷേ ഞങ്ങൾക്ക് ടൈഗറിനൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളുടെ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ഡേ ആയിരുന്നു. അതായത് നമുക്ക് മനസ്സ് നിറഞ്ഞ് ഓരോ നിമിഷത്തെയും എൻജോയ് ചെയ്യാൻ കഴിഞ്ഞ ഒരു ദിവസം. അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് പാലക്കാട് ലുലു മാളിലൊക്കെ ഒന്ന് കയറി അതിനുശേഷമാണ് തിരിച്ചു വരുന്നത്. പാലക്കാട് ലുലുവിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ആളിയാർ ഡാമിൻ്റെ വ്യൂ പോയിൻറ്റ്സാണ് കേട്ടോ. നല്ല രസമാണ്, നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. പറമ്പിക്കുളത്ത് ചെന്നിട്ട് നമ്മൾ വന്യജീവികളെ കാണുക എന്നുള്ളതിലുപരി നമുക്ക് അവിടുത്തെ ആംബിയൻസ്, അതാണ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കേണ്ടത്. രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോണത് കേട്ടോ. ഫുഡിനുള്ള കട്ട വെയിറ്റിങ്. ഒറ്റപ്പാലം ഫുഡ് ഡേയിലാണ് ഫുഡ് കഴിക്കുന്നത്. എല്ലാവരും അതിൻ്റെ ഇടയിൽ ഫോട്ടോസൊക്കെ എടുത്ത്